ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും കൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ ഇടത്തരം 2 കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ പകുതി സവോളയും 2-3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസാണ്. അത് ഒരു 1/4 ഭാഗം വേവിച്ചെടുത്തിരിക്കുന്ന ഗ്രീൻ പീസും കൂടെയാണ്. ഇനി നമ്മളൊരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജീരകം വേണേൽ ഇട്ട് പൊട്ടിക്കാം. പക്ഷേ ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം ഇടാത്തത്. ജീരകം ഇട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ജീരകം ഇടാതെ തന്നെ ഞാൻ കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണ്ട, ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി അതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറിയാൽ മാത്രം മതിയേ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റ് സവോളയും കിഴങ്ങുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഒരു 1/4 ഭാഗം വെന്തിരിക്കുന്നതാണ്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് വെള്ളമൊക്കെ വറ്റി വരുമ്പം കറക്റ്റ് എല്ലാ വെജിറ്റബിൾസും കറക്റ്റായിട്ട് വെന്ത് വരും. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും വെന്ത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് വെള്ളം വറ്റി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില അരിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കാം. ആറി വരുമ്പോഴത്തേനും നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റിലേക്ക് ഫില്ലിങ് നിറച്ച് സമൂസ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് ഷീറ്റിനകത്ത് ഫില്ലിങ് നിറച്ചുണ്ടാക്കിയെടുക്കുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ഒരു ചായക്കൊരു കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ സമൂസ ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര താമസമാണ്, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഇതേപോലെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂസ മുഴുവൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മറുവശവും കൂടെ തിരിച്ചിട്ട് നമ്മുടെ സമൂസ ഓരോന്നായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സമൂസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ്.
എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.